Okay. Good morning all. Prayer start ചെയ്തോട്ടോ. Dear God, be with us today. Help us to be good and kind to others. Bless our parents, teachers, and friends. Thank you, God, for everything. Sign in. Good morning, everyone. Happy to see you all here. Let us begin our class with full energy. Hello, friends. I am joining the class now. Excited to learn together today. Good morning, ma'am. And friends, I am ready for today's session. Hi, everyone. Hope you are doing well. Let us start the class with a smile. Good morning. I am present and ready for the class. Thank you. Thought of the day. If a child can't learn the way we teach, maybe we should teach the way they learn. ഒരു കുട്ടിക്ക് നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ക്യോട്ട് ബൈ ഇഗ്നേഷ്യോ എസ്ത്രാദ. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് മോട്ടോർ ഡെവലപ്മെന്റ്സിനെ കുറിച്ചിട്ടായിരുന്നു അല്ലെ? മോട്ടോർ ഡെവലപ്മെന്റ്സും ടൈപ്സും ആയിരുന്നു പറഞ്ഞത്. എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്? നമ്മുടെ മസിൽസിന്റെയും ഗ്രോത്തും കാര്യങ്ങളും ഒക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ്, മൂവ്മെന്റ്സ്, കാര്യങ്ങൾ, കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ ഒക്കെയാണ് നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഗ്രോസ് മോട്ടോർ സ്കിൽസും രണ്ട് ഫൈൻ മോട്ടോർ സ്കിൽസും ആണ്. കുട്ടികളിൽ ആദ്യം ഡെവലപ്പ് ആകുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആണ്. എന്താണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, കുട്ടികൾ ക്രൗൾ ചെയ്യുന്നു, സിറ്റ് ചെയ്യുന്നു, ഇരിക്കുന്നു, അതേപോലെ നടന്നു തുടങ്ങുന്നു, ഓടുന്നു. ഇതെല്ലാം അവർ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ലൂടെയാണ് സാധിക്കുന്നത്. കുട്ടികളിൽ ആദ്യം നടക്കുന്നതും ഗ്രോസ് മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. രണ്ടാമത് പിന്നീട് വരുന്നതാണ് ഫൈൻ മോട്ടോർ സ്കിൽസ്. ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. സ്മോൾ മസിൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടികളാകുമ്പോൾ കയ്യിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ മെറ്റീരിയൽസ് ഒക്കെ ഹോൾഡ് ചെയ്യില്ലേ, അതിനൊക്കെ അവർ കുറച്ചും കൂടി വലുതാവണം. അല്ലെങ്കിൽ പെന്നിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണ്ടേ, അതിനൊക്കെ ഇതൊക്കെ എന്താണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. പെൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഫിംഗേഴ്സിന്റെ ഒക്കെ മസിൽസിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും പ്രോപ്പർ ആയാൽ മാത്രം, അല്ലെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ആയാൽ മാത്രമേ അവർക്ക് ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ് രണ്ട് രീതിയിലുണ്ട്, അല്ലെങ്കിൽ മോട്ടോർ സ്കിൽസ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും: ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾസിൽ നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം പറയുന്നത് മാസ് ടു സ്പെസിഫിക് ട്രെൻഡ് ആണ്. കുട്ടികള് ആദ്യകാലങ്ങളിൽ അവര് ഒരു വയസ്സ് 1.5 വയസ്സൊക്കെ ഉള്ള സമയങ്ങളിൽ അവർക്ക് മാസ് എന്ന് വെച്ചാല് കുട്ടികളുടെ മോട്ടോർ പ്രവർത്തനം മാസ് റിയാക്ഷൻസ് ആയിരിക്കും. എന്ന് വെച്ചാല് ഒരു ബോള് കുട്ടിയുടെ അടുത്തേക്ക് കൂടി എന്ത് ചെയ്യാണ്, ഉരുണ്ടു പോവാണെങ്കിൽ അവന്റെ മാക്സിമം എനർജി എടുത്തിട്ടായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, ആ ബോൾ ക്യാച്ച് ചെയ്യുന്നത്. ഒരു വയസ്സുള്ള ഒരു കുട്ടി, ഒരു വയസ്സ് ആ ഒരു ടൈമിൽ കുട്ടി മാക്സിമം ആ കുട്ടിയുടെ ഫുൾ എനർജി യൂസ് ചെയ്തായിരിക്കും അതെന്ത് ചെയ്യണമെന്ന് ഹോൾഡ് ചെയ്യണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഞ്ഞു കുട്ടികൾ ആ ബോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ അത്രയും എനർജി യൂസ് ചെയ്തിട്ടാണ് ആ ബോൾ എന്ത് ചെയ്യണത്, ഹോൾഡ് ചെയ്യേണ്ടത്. പിന്നീട് അവൻ വലുതാവുന്നതിനനുസരിച്ച്, അവന്റെ മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നതിനനുസരിച്ച് അവന് ആ അടുത്തേക്ക് കൂടി പോണ ബോൾ ജസ്റ്റ് ഒരു കൈ കൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 വയസ്സായി കഴിഞ്ഞാൽ അടുത്തേക്ക് കൂടി പോണ ബോൾ എങ്ങനെയാണ് ഒറ്റ കൈ കൊണ്ട് വേണമെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ സ്പെസിഫിക് ആയിട്ട് മാറും. മാസ് റിയാക്ഷൻസിൽ നിന്ന് പിന്നെ സ്പെസിഫിക് ആയിട്ട് അവർ കറക്റ്റ് ആയിട്ട് എങ്ങനെ അത് ക്യാച്ച് ചെയ്യണം. ഇപ്പൊ സാധാരണ ഒരു ബോൾ ഇങ്ങനെ ആൺകുട്ടികളാണെങ്കിൽ ബോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ ക്യാച്ച് ചെയ്യും അല്ലെ, പെട്ടെന്ന് അത് ക്യാച്ച് ഒക്കെ ചെയ്യും. സോ അത് സ്പെസിഫിക് ആയിട്ട് അത് അവർ കറക്റ്റ് ആയിട്ട് അത് ചെയ്യാനായിട്ട് അവർ പഠിക്കും. ആദ്യം അവർ മാസ് റിയാക്ഷൻസ് ആയിരിക്കും, പിന്നീട് അത് സ്പെസിഫിക് റിയാക്ഷനിലേക്ക് മാറും. അപ്പൊ ആദ്യം ഒരു കുട്ടി എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്ത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അവരുടെ മാക്സിമം എനർജി അവരെന്ത് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്. പിന്നീടാണെങ്കിൽ അവർ സ്പെസിഫിക് ആയിട്ട് ആ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. At early stage, the child's motor activities is identified by mass reaction. Which early stages ഞാൻ പറഞ്ഞ ഒരു ഇയർ ഇൻഫൻസി, ആ ടൈമിൽ പേജ് നമ്പർ 42 ആണെന്ന് തോന്നുന്നു, 42 കേട്ടോ. ഫസ്റ്റ് ആ ഒരു ഏർലി സ്റ്റേജസിൽ ഇൻഫൻസിയില് കുട്ടികളില് മോട്ടോർ ആക്ടിവിറ്റീസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് മാസ് റിയാക്ഷനിലൂടെയാണ്. ഓക്കെ, the child motor activities is identified by mass reaction which little by little പിന്നീടാണ് become adaptive and more specific it grows up. അപ്പൊ കുട്ടികൾ പിന്നീട് നമ്മളറിയാം ക്രിക്കറ്റ് ഒക്കെ അവര്
കറക്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ ബോളൊക്കെ ക്യാച്ച് ചെയ്യും, അവരുടെ അടുത്തേക്ക് വരുന്ന ബോളൊക്കെ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യും. ആ ചെറുപ്പത്തിൽ 1 വയസ്സുള്ള സമയത്ത് അത്യാവശ്യം വലിയൊരു ബോൾ ക്യാച്ച് ചെയ്യാൻ അവന് മാക്സിമം അവന്റെ എനർജി ആവശ്യമായിരുന്നു. പിന്നീട് മാസ് റിയാക്ഷൻസും കാര്യങ്ങളായിരിക്കും, അവൻ ഫുൾ എഫേർട്സും കാര്യങ്ങളും എടുത്തായിരിക്കും ആ ഒരു ബോൾ ക്യാച്ച് ചെയ്തത്. പിന്നീട് അവൻ വലുതാവുമ്പോൾ ഒരു 4 വയസ്സ് 3-4 വയസ്സൊക്കെ ആവുമ്പോൾ അവൻ ആ ബോൾ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് മനസ്സിലായോ? യെസ് മാം. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ് ട്ടോ. ഈ ലാർജ് ടു സ്മോൾ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് അതേപോലെ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ആണ്. കുട്ടികളിൽ ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഗ്രോസ് മോട്ടോർ സ്കിൽസിനാണ്. ലാർജ് മസിൽസിനായിരിക്കും ആദ്യം എന്ത് സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ലാർജ് മസിൽസ് എന്ന് പറയുമ്പോൾ അവര് നമ്മളെ എന്താ പറയാ, ഒരു കുട്ടീനെ സംബന്ധിച്ച് കുട്ടി എങ്ങനെയാണ് ആദ്യം ജനിച്ച ഉടനെ തന്നെ എന്താ പറയാ, അവര് നടക്കുക അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യില്ല. അവർ പതുക്കെയാണ് അവരുടെ ബോഡിയിൽ എന്ത് വരുന്നത്, ഡെവലപ്മെന്റ്. ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് എന്ന് നമ്മളിതിൽ പറയും. അപ്പം ആദ്യം ആ ഹെഡ് റീജിയനിൽ ഡെവലപ്മെന്റ് നടക്കും, പിന്നീട് അവരുടെ ഹാൻഡിലേക്ക് ഡെവലപ്മെന്റ്, പിന്നീട് ഫുൾ ഡെവലപ്മെന്റ് ആയി കഴിയുമ്പോഴാണ് കുട്ടികൾ എന്ത് ചെയ്തു തുടങ്ങുന്നത്, നടന്നു തുടങ്ങുന്നത്. സോ ആദ്യം ഈ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് കുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റിൽ ഫസ്റ്റ് സംഭവിക്കുന്നത്. ലാർജ് മസിൽസിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ്. അതുകൊണ്ടാണ് കുട്ടികളോട് നമ്മളിപ്പോ ഒരു 1 വയസ്സോ 1.5 വയസ്സുള്ള കുട്ടികളോട് നമ്മൾ ചോദിക്കും, കുട്ടി നടന്നു തുടങ്ങിയോ? നടന്നു തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവന്റെ എല്ലാ മസിൽസും നല്ല രീതിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നടന്നു തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റിനെയാണ് ആദ്യം നടക്കുന്നത്. എന്താണ് കുട്ടികളിൽ ലാർജ് മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ്. പക്ഷെ 1 വയസ്സുള്ള കുട്ടീനോട് ഈ പേനൊന്നും ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പെൻ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പറ്റുമോ? ഇല്ല. അല്ലെങ്കിൽ ചെറിയ ബീഡ്സ് എടുക്കാനായിട്ട് അവർക്ക് പറ്റുമോ? ചിലപ്പോൾ പറ്റിയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ചെറിയ ബീഡ്സ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് പിക്ക് ചെയ്യാനായിട്ട് 1 ഇയർ ഉള്ള കുട്ടികളോട് പറഞ്ഞാൽ പറ്റില്ല. അവർക്ക് വലിയ തിങ്സ് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും, ചെറിയ തിങ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. പിന്നീടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ആ സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് പിന്നീടാണ്. എന്ന് വെച്ചാൽ ഒരു 2-2.5-3 വയസ്സിനുള്ളിലാണ്, 2.5 വയസ്സ് ടു ആ ടൈമിലാണ് എന്ത് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആകുന്നത്. സ്മോൾ മസിൽസ് ഡെവലപ്പ് ആകുന്നത്. ആ സമയത്ത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്. നമ്മളുടെ മെറ്റീരിയൽസിന്റെ പ്രത്യേകതയാണ് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എങ്ങനെയാണ് പെൻ ഹോൾഡ് ചെയ്യുന്നത് അതേ രീതിയിലൊക്കെയാണ് നമ്മുടെ ഓരോ മെറ്റീരിയൽസും എന്ത് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഇത് കാണിച്ചു തന്നില്ലേ, ഏതാണ് നോബിൾഡ് സിലിണ്ടേഴ്സ് കാണിച്ചു തന്നില്ലേ? കാണിച്ചു തന്നോ? ഇങ്ങനെയാണോ കാണിച്ചു തന്നേ? ഓക്കെ, 1 മിനിറ്റ്. നമ്മളുടെ മെറ്റീരിയലിലുള്ളൊരു മെറ്റീരിയലാണ്, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. ഈ കാണുന്ന നോബിൾഡ് സിലിണ്ടേഴ്സ് എന്ന് പറയും. അതിലെ നോബ് കണ്ടോ, നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? നോബ് കണ്ടോ? ഓക്കെ, അപ്പൊ ഈ നോബ്സ് പറഞ്ഞാല് അവർക്ക് ഹൈറ്റും വിഡ്ത്തും ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും അതിന് നോബ് ഉണ്ട്, ആ നോബ് കാണാമല്ലോ. അപ്പൊ ആ നോബ് എന്ന് വെച്ചാൽ നമ്മൾ ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, പുട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നോബ് നമുക്കത് മാറ്റാനും എടുക്കാനൊക്കെ അത് ആ നോബ് യൂസ് ചെയ്യുന്നത്. ഈ 2 ഫിംഗേഴ്സ് ആണ് അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 2 ഫിംഗേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ. അവനൊരു പെൻ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു 2 ഫിംഗേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫിംഗേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്. അപ്പൊ ഫിംഗേഴ്സ് യൂസ് ചെയ്യുന്നു, അത് പിക്ക് ചെയ്യുന്നു. ഇനി അവര് ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ്, ഈ ഒരു ഇവിടെയുള്ള മസിൽസിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുകയാണ്. അപ്പോ അവർക്ക് പിന്നീട് നമ്മൾ കയ്യിൽ പെൻ പിടിച്ച് മുറുക്കി നമ്മൾ കൈ നിർബന്ധിപ്പിച്ചൊന്നും എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല, എഴുതിക്കേണ്ടതായിട്ട് വരില്ല. പണ്ടൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് എന്ന് വെച്ചാൽ പാരന്റ്സ് എന്ത് ചെയ്യും, പെന്നും പെൻസിലും കയ്യിൽ പിടിച്ചിട്ട് കൈയക്ഷരം നന്നാവണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൈ എന്തോരം വേനെടുത്തിട്ടുണ്ടാവും അല്ലേ? പക്ഷേ നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെന്ത് പഠിപ്പിക്കുന്നില്ല, റൈറ്റിംഗ് കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. അവർക്ക് ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പെൻ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവാണ്. നമ്മളെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി എന്താവാണ്, ട്രെയിൻഡ് ആവാണ്. ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു മെറ്റീരിയലാണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയും. നമ്മളുടെ മോണ്ടിസോറിയിൽ വരുന്ന മറ്റൊരു മെറ്റീരിയലാണ്. ഇപ്പോ ഒരുപാട് ടൈപ്സ് ഓഫ്
പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ട് കേട്ടോ. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. 1 മിനിറ്റ്. നമ്മുടെ ലാംഗ്വേജ് ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഇതേപോലെ നമുക്ക് ആ ഒരു ലൈൻസ് കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലൈൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നീട് കുട്ടികളെ കൊണ്ട് നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ടില്ലേ ഞാൻ പിന്നീട് ഇത് ആൽഫബറ്റ്സ് ബോർഡാണ് കേട്ടോ. ഇത് ആൽഫബറ്റ്സ് ബോർഡാണ്. ഈ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എഴുതാനൊക്കെ പറ്റും. അപ്പൊ ഈ നമ്മൾ കുട്ടികളെ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്തിട്ട് ഇതുണ്ട്. ഇതൊക്കെ പ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ആണ്. ലൈൻസ് ഇങ്ങനെ അവർക്ക് ആ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ആൽഫബറ്റ്സ് ബോർഡ്സ് ഉണ്ട്, പ്രീ റൈറ്റിംഗ് ആൽഫബറ്റ്സ് ബോർഡ് ഉണ്ട്. അതൊരു നിങ്ങൾക്ക് 3 വയസ്സുള്ള കുട്ടിയോ 3 4 വയസ്സുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഏത്, ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ഇതിന്റെ ആൽഫബറ്റ്സ് ഓക്കെ, ഇത് ആൽഫബറ്റ്സ് ബോർഡാണ്. പ്രീ റൈറ്റിംഗ് ബോർഡ് തന്നെയാണ്. ഇത് സ്മോൾ ലെറ്റർ ആൽഫബറ്റ്സ് ബോർഡാണ്. അപ്പൊ ഈ സ്മോൾ ലെറ്റർ ഒക്കെ നമ്മൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുമ്പോൾ ബുക്കിൽ എഴുതിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് യൂസ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, സ്മോൾ ലെറ്റർ ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ഷേപ്സ് കാര്യങ്ങളുടെ ഒക്കെ എന്തുണ്ട് ബോർഡുകൾ അവൈലബിൾ ആണെന്ന്. അപ്പൊ നമുക്ക് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സുകൾ യൂസ് ചെയ്ത് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ആർക്കൊക്കെ ഉണ്ട് 3 വയസ്സിന് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികള്? എനിക്കുണ്ട് മാം. എനിക്കുണ്ട് 4 വയസ്സ്. ഓക്കെ. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സും കാര്യങ്ങളും വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ LKG പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. 3 വയസ്സാണെങ്കിൽ കറക്റ്റ് ടൈമാണ് ഏത് നമ്മുടെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇൻട്രൊഡ്യൂസ്. എന്റെ പേരക്കിടാവ് പേന പിടിച്ച് വരയ്ക്കും അവൻ തന്നെ. അതൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല, തന്നെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് പിടിച്ച് വരയ്ക്കും. വരപ്പിക്കും. ഞങ്ങൾ പേപ്പറും പേനയും കൊടുക്കും, അല്ലെങ്കിൽ പെൻസിൽ കൊടുക്കും. അപ്പൊ അവൻ തന്നെ വരച്ചു കാണുന്നത് ചിലപ്പോ അതായിരിക്കും. പിന്നെ എഴുതുന്നതും വായിക്കുന്നതും കാര്യങ്ങൾ അല്ലെങ്കിൽ എഴുതുന്നതൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ അതവരെ ഓട്ടോമാറ്റിക്കലി അതങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മനസ്സിലങ്ങനെ വരുന്നേക്കും. എന്റെ മോനും അതിന് പേന പിടിച്ച് കുത്തി വരയ്ക്കാം. അങ്ങനെ ക്ലിയർ ആയിട്ടല്ല, കുത്തി വരയ്ക്കാം. അവന് 3 വയസ്സാവണുള്ളൂ. 14-ാം തീയതി പക്ഷെ അവൻ ഇടത്തെ കൈയാ യൂസ് ചെയ്യണം. അത് ഇഷ്ടമുള്ള കൈ യൂസ് ചെയ്തോട്ടെ. ഏതാണ് കംഫർട്ടബിൾ പഠിക്കും. ബുദ്ധിയുള്ള കുട്ടികളെന്ന് പറയും. ബുദ്ധിയുള്ള കുട്ടിയാണ് ഇടത്തെ കൈ കൊണ്ട് എഴുതണേന്ന് പറയും. എന്റെ ഒരു ചേച്ചിയുടെ മോന് ഇടത്തെ കൈ കൊണ്ട്. ഇപ്പൊ അവൻ റോബോട്ടിക് എഞ്ചിനീയർ ആയിട്ട് UK വർക്ക് ചെയ്യണം. അവന് ഇടത്തെ കൈയാണ്. മാറ്റണ്ട, അവർക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് അവന്റെ റൈറ്റ് ഹാൻഡിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ അവൻ കൂടുതൽ ഇടത്തെ കൈ ഉപയോഗിക്കുന്നത്? എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയൊന്നുമില്ല. അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സൈഡിലേക്ക് ആ കുട്ടികളുടെ ഡെവലപ്മെന്റ് കഴിയുമ്പോൾ അവർ വരും. അത് അവരുടേതായ ഒരു ഇതാണ്. നമ്മളിപ്പോ പഠിക്കൂട്ടെ, ട്രെൻഡ്സിൽ തന്നെ നമ്മളത് പഠിക്കും. യൂണിലാറ്ററൽ ടു ബൈലാറ്ററൽ ട്രെൻഡ് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആയിരുന്നു അല്ലെ. ആദ്യം കുട്ടികളിൽ ലാർജ് മസിൽസിനാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, പിന്നീട് സ്മോൾ മസിൽസിനാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സ്മോൾ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ്, 2 മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു. പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, അതേപോലെ നോബിൾഡ് സിലിണ്ടേഴ്സ്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമുക്ക് വാങ്ങിക്കാൻ അവൈലബിൾ ആണ്. അധികം റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 200 ബിലോ ആണ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. ശരിക്കും മോണ്ടിസോറി പ്രീ റൈറ്റിംഗ് ബോർഡ്സ് അടിച്ചു കഴിഞ്ഞാൽ റേറ്റ് കൂടുതലേ വരുള്ളൂ. അല്ലാതെ നമ്മൾ ആൽഫബറ്റ്സ് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് അടിച്ചു നോക്കാം. ഫ്ലിപ്കാർട്ടിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ഉണ്ട്. നമ്മൾ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാം. അത് നമ്മൾ പറയണം, ഇത് ചെയ്തതിന് ശേഷം നമ്മൾ ടോയ്സ് ആയിട്ട് മിക്സ് ചെയ്യരുത് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കാര്യങ്ങളൊന്നും കുട്ടികളെ ടോയ്സ് പോലെ ഹാൻഡിൽ ചെയ്യരുത്. കുട്ടികളോട് പറയണം ഈ മെറ്റീരിയൽ ഇത് ചെയ്തതിന് ശേഷം കറക്റ്റ് ആയിട്ട് ഇവിടെ വയ്ക്കണം. അവന് 2-3 പ്രാവശ്യം നമ്മൾ തന്നെ അത് കാണിച്ചു കൊടുക്കാം. പിന്നീട് അവന് തന്നെ അത് ചെയ്യും. എന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതാണ്. കാരണം എന്റെ മോക്ക് ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ്, നമ്പർ ബോർഡ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം അവളോട് പറഞ്ഞു, കളിപ്പാട്ടം അല്ലെങ്കിൽ കളിക്കുന്ന സമയത്തൊന്നും അല്ല കൊടുക്കുക. ഒരു ആ ടൈമിൽ കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് കൊണ്ട് കൊടുക്കും. അത് അവൾക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ എടുത്ത് എന്ത് ചെയ്യുമായിരുന്നു, അത് എടുത്ത് വെക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു ദിവസം എന്ത് ചെയ്തു, ആൾക്ക് ഇത് ബോർഡ് എഴുതാൻ കൊടുത്തിട്ട് ഞാൻ എന്റെ കാര്യങ്ങളായിട്ട്
അങ്ങോട്ട് പോയി. ക്ലാസ്സും കാര്യങ്ങളും നോട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയപ്പോ ആള് തന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ ആൾ എന്ത് ചെയ്തു, ആ ഭിത്തിയിൽ കൊണ്ടുവന്നു കറക്റ്റ് ആയിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഹസ്ബൻഡിനോട് ചോദിച്ചു, മോനാണോ അത് ചെയ്തു കൊടുത്തത് എന്ന് ചോദിച്ചപ്പോ അല്ല, അവൾ തന്നെ ചെയ്യായിരുന്നു, ഞാൻ ഹെൽപ്പ് ഒന്നും ചെയ്തിട്ടില്ല. പിന്നീട് ഞാൻ എടുത്ത് കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചു വെക്കുകയോ ചെയ്തില്ല, അവള് തന്നെ അത് എന്ത് ചെയ്യുന്നു, അവൾക്കത് ഇൻട്രസ്റ്റഡ് ആവുന്നതുകൊണ്ട് തന്നെ അവൾ അത് എടുത്തുകൊണ്ട് വരുന്നു, അത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, കംപ്ലീറ്റ് ആക്കുമ്പോൾ അമ്മ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തു എന്ന് പറയും. ഞാൻ ചെയ്തു, തിരിച്ച് കൊണ്ടുവന്ന് വെക്കും. അപ്പൊ ആൾക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോ 4 years വരെ അവള് പ്രീ റൈറ്റിംഗ് ബോർഡ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നീട് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മള് പ്രീ റൈറ്റിംഗ് ബോർഡ്സും പിന്നെ ബോർഡിലൊക്കെയാണ് അവൾ എന്ത് ചെയ്തത്, ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയത്. ഞാൻ ആൽഫബറ്റ്സ് ഒന്നും അവളെ കൈ പിടിച്ച് എഴുതിപ്പിച്ചിട്ടില്ല. സാധാരണ പാരന്റ്സ് എന്ത് ചെയ്യും, കൈയൊക്കെ പിടിച്ച് എഴുതിപ്പിക്കില്ല, ഞാൻ എഴുതിപ്പിച്ചിട്ടില്ല. പക്ഷേ അവള് ബോർഡ് ഉണ്ട് വീട്ടില്, ബ്ലാക്ക് ബോർഡ് ഉണ്ട്, ബ്ലാക്ക് ബോർഡിൽ എഴുതും ആൽഫബറ്റ്സും കാര്യങ്ങളും അവളുടേതായ രീതിയിൽ. ആ സൈസും വലുതാണ്, ആ രീതിയിൽ എഴുതും, കറക്റ്റ് ആയിട്ട് എല്ലാവരും എഴുതും. പക്ഷെ നമ്മള് സ്കൂളിൽ വിട്ടതിന് ശേഷം അപ്പൊ അവർക്ക് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് നമ്മൾ 4 lines എഴുതണം അല്ല. അപ്പൊ അവർക്ക് 4 lines ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. കാരണം 4 lines എഴുതുമ്പോൾ അവളുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവൾ ചോക്കും പെന്നും പിടിച്ചിട്ടുള്ള ആ വലിയ ഹാൻഡ് റൈറ്റിംഗ് ആണ് വരുന്നത്. പിന്നീട് ട്രെയിൻഡ് ആയപ്പോൾ അവള് ഓക്കെ ആയി, ഇപ്പൊ നോർമലായിട്ട് നല്ല സാധാരണ കുട്ടികൾ എഴുതുന്ന പോലെ തന്നെ കറക്റ്റ് 4 linesലും കാര്യങ്ങളിലൊക്കെ തന്നെ അവളെ എഴുതുന്നുണ്ട്. അപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് നമുക്ക് ഒരു 3 വയസ്സുള്ള കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് മെറ്റീരിയൽ ആണ്. ലാംഗ്വേജ് ഏരിയയിൽ വരുന്ന ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഏത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും, ഐ ഹാൻഡ് കോർഡിനേഷൻ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മോട്ടോർ ഡെവലപ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻ മോട്ടോർ ആക്ടിവിറ്റി കൺട്രോൾ നമുക്ക് സ്കൂളില് ചെയ്യാം, നമുക്കത് വാങ്ങിച്ചുകൊണ്ട് പിള്ളേർക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എന്താണ് എനിക്ക് മനസ്സിലായില്ലടാ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബോർഡ് വാങ്ങിച്ചിട്ട് നമുക്ക് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും. നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോ നമുക്ക് ഈ ബോർഡ് യൂസ് ചെയ്ത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് KG സെഷനിലെ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ട്രെയിൻ സ്കൂളിലൊക്കെ ഉണ്ടാവും. ചില സ്കൂളുകളിലൊക്കെ ഉണ്ടാവും തോന്നുന്നു. സ്കൂളുകളിലുണ്ട് അത്. ഞാൻ കൂട്ടുകാട് LP സ്കൂളിലാണ് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് വിചാരിക്കാം. അവിടെ പറഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അത് കുഴപ്പമില്ലല്ലോ മാം? 4th വരെ ഉള്ളു അവിടെ. CBSE അല്ല? നല്ല സ്കൂളാണ്. എന്റെ മോന്, ഞാൻ പഠിച്ച ആ സ്കൂളിൽ തന്നെ, എല്ലാവരും പഠിച്ചത് ആ സ്കൂളിൽ തന്നെയാ. ഓക്കെ, എന്നാ ഞാനും പഠിച്ചത് ആ സ്കൂളിൽ തന്നെയാ. ആണോ? ഓക്കെ. എന്റെ സ്കൂളാ. എന്റെ ഹസ്ബൻഡിന്റെ മമ്മിയും പപ്പയും ഡാഡിയും അവിടെ ടീച്ചറും സാറാനും അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആന്റിമാരൊക്കെ പഠിപ്പിച്ചേക്കണം അവിടെയാണ്. എന്റെ മോൻ പഠിച്ചത് അവിടെ, മോള് മാത്രമേ HDPയിൽ പഠിച്ചിട്ടുള്ളൂ, ബാക്കി എല്ലാവരും അവിടെ തന്നെ പഠിച്ചേക്കണേ. അപ്പൊ മോൻ ചോദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിപ്പിക്കാൻ പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. നല്ല എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ പഠിപ്പിച്ച സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ പോകുമ്പോ. നല്ലൊരു ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ലാർജ് ടു സ്മോൾ ട്രെൻഡ് ആണ്. മോട്ടോർ ഡെവലപ്മെന്റ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആദ്യം സംഭവിക്കുന്നത് ലാർജ് ഫണ്ടമെന്റൽ മസിൽസിനാണ്. പിന്നീട് കംസ് ഓഫ് ബിഫോർ ദാറ്റ് സ്മോൾ മസിൽസ്. അപ്പൊ ലാർജ് മസിൽസിന് എന്താണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സംഭവിച്ചതിന് ശേഷമായിരിക്കും സ്മോൾ മസിൽസിനുള്ള ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ അല്ലേ? ലാർജ് ടു സ്മോൾ ട്രെൻഡ് ക്ലിയർ ആണോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് നമ്മളത് മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റണമെന്നില്ല. ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കുക, എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക. സെഫല്ലോ കോഡൽ ട്രെൻഡ്, ഇനി വരുന്ന ട്രെൻഡാണ് സെഫല്ലോ കോഡൽ ട്രെൻഡ്. അതിന് വേറൊരു പേരുണ്ട് കേട്ടോ, ഹെഡ് ടു ഫുട്ട് ട്രെൻഡ്. ഏത് ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് എന്നും ഹെഡ് ടു ടെയിൽ ട്രെൻഡ് എന്നൊക്കെ പേരുണ്ട്. ഹെഡ് ടു ഫുട്ട് ട്രെൻഡ് രണ്ട് പേരുണ്ട്. പിന്നെ ഹെഡ് ടു ടെയിൽ ട്രെൻഡ്. കുട്ടികളില് ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഹെഡ് റീജിയനിലാണ്. നമ്മുടെ ഹെഡ് ആ സെഫല്ലോ ആ
ഹെഡ് റീജിയനിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ 3 മാസത്തിനുള്ളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുട്ടിയുടെ തല ഉറച്ചോ, ഈ ഹെഡ് അങ്ങനെ ചോദിക്കില്ലേ, തല ഉറച്ചിട്ടുണ്ടോ. നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ കയ്യില് നമ്മൾ ഈ ഒരു കയ്യിലായിരിക്കും കുട്ടിയുടെ ഹെഡ് എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. കാരണം തല ഉറച്ചിട്ടില്ല, ഹെഡ് റീജിയനിൽ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. പിന്നീട് നമ്മളൊരു 3 മാസം 3 മാസം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുട്ടീനെ ഷോൾഡറിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ അവൻ തലയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊക്കിയൊക്കെ നോക്കും, അല്ലെ, ഹെഡ് ഒന്ന് പൊക്കി നോക്കും. അപ്പോഴും അവന് ബാക്കിയുള്ള ബോഡി പാർട്സിൽ എന്ത് നടന്നിട്ടില്ല, ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. പിന്നെ 3 മാസമൊക്കെ കഴിയുമ്പോഴേക്കും കയ്യൊക്കെ ഇട്ടിട്ട് കളിക്കാനൊക്കെ തുടങ്ങും. അപ്പൊ നമ്മളുടെ ഈ ഒരു ബാക്കിയുള്ള റീജിയൻ, ഈ ഹാൻഡ് ആ ഒരു റീജിയനിലേക്ക് എന്ത് നടക്കുന്നു, ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. പിന്നെ അവൻ കമന്ന് വീഴുന്ന സമയം, അല്ലെ, കമന്ന് വീഴുമ്പോഴേക്കും അവരൊരു ഏകദേശം ഒരു ഹാഫ് പോർഷനിലുള്ള ഡെവലപ്മെന്റ് സംഭവിക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, കമന്ന് വീഴുന്നത്. കമന്ന് വീണ് പിന്നെയും എന്താണ് ഇരിപ്പ് ഉറയ്ക്കാൻ സമയമാകുമ്പോഴേക്കും ആ ഫൂട്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടാവും ഡെവലപ്മെന്റ്, മുട്ടിലെഴഞ്ഞു തുടങ്ങും. അപ്പോഴും ആ കാലിന്റെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, ഫൂട്ട് റീജിയനിലേക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് അവൻ നടന്നു തുടങ്ങുമ്പോഴാണ് ഫൂട്ട് റീജിയനിലേക്ക് അല്ലെങ്കിൽ ടെയിലിലേക്ക് എന്ത് നടക്കുന്നത്, ആ ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്മളുടെ ഫൂട്ട് റീജിയനിലേക്ക് എന്ത് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. അപ്പൊ സെഫലോ കോഡൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ച്, ഒരു ചൈൽഡിനെ സംബന്ധിച്ച് ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഹെഡ് റീജിയനിലാണ്. പിന്നീടാണ് അവരുടെ ടെയിൽ അല്ലെങ്കിൽ ഫൂട്ട് റീജിയനിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മൾ ഒരു കുഞ്ഞിന്റെ ഗ്രോത്തും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആദ്യം കുട്ടി തല ഉയർത്തി നോക്കും, ഹെഡ് റീജിയനിലാണ് ഡെവലപ്മെന്റ്. പിന്നീടാണ് ആ കുട്ടിയുടെ മറ്റു ബോഡി പാർട്സിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. കൈകാലുകൾ ഇട്ട് കളിക്കുന്നു, അതേപോലെ കമന്ന് വീഴുന്നു, മുട്ടിലെഴയുന്നു. അപ്പോഴും ഫൂട്ടിലേക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചില്ല. അവൻ നടന്നു തുടങ്ങുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഫൂട്ട് റീജിയനിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കുഞ്ഞു കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്ന അമ്മമാർക്ക്, ശരിക്കും അമ്മമാർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ഈ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അങ്ങനെ തന്നെ അല്ലേ, ആദ്യം ഹെഡ് റീജിയനിലല്ലേ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, പിന്നീടല്ലേ ഫുട്ടിലേക്ക് വരുന്നത്. അതെ മാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ഫസ്റ്റ് ഇൻ ദ ഹെഡ് റീജിയൻ. അപ്പൊ മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആദ്യം നടക്കുന്നത് ഏത് റീജിയനിലാണ്, ഹെഡ് റീജിയനിലാണ്. മാർക്ക് ചെയ്യാം, കാരണം ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഇവിടുന്ന് ചോദിക്കൂ കേട്ടോ. ഫസ്റ്റ് എവിടെയാണ്, ഹെഡ് റീജിയൻ. ദെൻ പ്രൊസീഡ് ഡൗൺ ടു ദ ഫുട്ട്. പിന്നീടാണ് ഫൂട്ടിലേക്ക് വരുന്നത്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ്. നമ്മൾ നേർരേഖ പോലെ ഇങ്ങനെ ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും എന്ത്, ഈ സെഫലോ കോഡൽ ട്രെൻഡ് പ്രകാരം നമ്മളുടെ ബോഡിയിലെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ സെഫലോ നമ്മള് കോഡൽ ട്രെൻഡ് ആണ് പറഞ്ഞത്. മറ്റു പേരുകൾ നമ്മൾ പറഞ്ഞു, ഹെഡ് ടു ഫുട്ട് ട്രെൻഡ്, ഹെഡ് ടു ടെയിൽ ട്രെൻഡ്. നമ്മൾ ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് ഹെഡ് റീജിയനിലാണ്, പിന്നീടാണ് ഫുട്ട് റീജിയനിലേക്ക് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് പോലെയാണ്, നേർരേഖ പോലെയാണ് ഇതിന്റെ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ 3 ട്രെൻഡാണ് ആദ്യം എടുത്തത്. ആദ്യം പറഞ്ഞത് മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് ആണ്. കുട്ടികള് ഫസ്റ്റ് ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് മാസ് റിയാക്ഷൻസ് ആയിരിക്കും. കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മാസ് റിയാക്ഷൻസ് ആയിരിക്കും. പിന്നീടാണ് അവര് അഡാപ്റ്റീവ് ആൻഡ് മോർ സ്പെസിഫിക് ആയി മാറുന്നത്. അവർ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവർ അഡാപ്റ്റീവ് ആൻഡ് ഗ്രോ എന്താണ് കുറച്ചൊരു സ്പെസിഫിക് ആയിട്ട് മാറും. ലാർജ് ടു സ്മോൾ ട്രെൻഡിൽ പറഞ്ഞത് ആദ്യം കുട്ടികളിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സംഭവിക്കുന്നത് എവിടെയാണ്, ലാർജ് ഫണ്ടമെന്റൽ മസിൽസിലാണ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സംഭവിക്കുന്നത്. പിന്നീടാണ് സ്മോൾ മസിൽസിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. സെഫലോ കോഡൽ ട്രെൻഡിൽ പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ഹെഡ് റീജിയനിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്, പിന്നീടാണ് ഫൂട്ടിലേക്ക് ഡെവലപ്മെന്റ് വരുന്നത്. ഒരു ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് പോലെ, ഒരു നേർരേഖ പോലെയാണ്, മുകളിൽ നിന്ന് താഴത്തേക്കാണ് നമ്മളുടെ കുട്ടികളുടെ ഡെവലപ്മെന്റ് വരുന്നത്. ഈ 3 ട്രെൻഡും ക്ലിയർ ആണോ? അതെ മാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 4ാമത്തെ ട്രെൻഡ് ആണ്. പ്രോസിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്നാണ് പേര്. ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, സെൻട്രൽ പാർട്ട് ടു ഔട്ടർ പാർട്ട് ട്രെൻഡ് അല്ലെങ്കിൽ സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ്. ഓക്കെ, സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ്. ഓക്കെ, സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ്. നമ്മള് ആദ്യം കുട്ടിയുടെ ഒരു കുട്ടി എംബ്രിയോ ആയിരിക്കുന്ന സ്റ്റേജിൽ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഏറ്റവും ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ ഏതാണ്?
ഹാർട്ട് പഠിച്ചു അല്ലേ? ഹാർട്ട്. ആദ്യം കുട്ടികളുടെ സെൻട്രൽ പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഇന്റേണൽ ഓർഗൻസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. സെൻട്രൽ പാർട്സ് ആണ് ആദ്യം ഡെവലപ്പ് ആവുന്നത്. സെൻട്രൽ ഓർഗൻസ് ഒക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഹാർട്ട്, ലിവർ, ലങ്സ് കാര്യങ്ങൾ. പിന്നീടാണ് കുട്ടികളുടെ ഔട്ടർ പാർട്ട് അല്ലെങ്കിൽ എന്താണ് ഔട്ടർ പാർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബ്രെയിൻ, അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഇയർ, നോസും കാര്യങ്ങൾ വരുന്നത്, ഹാൻഡ് വരുന്നത്. ഏറ്റവും അവസാനം വരുന്നതാണ് നമ്മളുടെ ലെഗ് അല്ലെങ്കിൽ കാലെന്ന് പറയുന്നത്. അതൊരു നമ്മൾ ആ ഒരു ഗ്രോത്തിന്റെ ഒരു ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനമാണ് ഒരു ടെയില് പോലുള്ള ഒരു പാർട്ടാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, നമ്മൾക്ക് 2 ലെഗ് ആയിട്ട് കുട്ടികൾക്ക് മാറുന്നത്. നിങ്ങൾ ആ ഒരു ഗ്രോത്തും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട്, ആ എംബ്രിയോന്റെ ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ആദ്യം ഡെവലപ്പ് ആകുന്നത് കുട്ടി ജനിക്കുമ്പോൾ ഒരു എത്ര മാസത്തിലാണ്, ഒരു 1.5 മന്തിൽ തന്നെ ഡെവലപ്പ് ആകുന്നത് ഹാർട്ടാണ്. ആദ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നൊക്കെയാണ് നോക്കുക. സോ ഹാർട്ട് ഡെവലപ്പ് ആയതിനു ശേഷമാണ് നെക്സ്റ്റ് ഇന്റേണൽ ഓർഗൻസും കാര്യങ്ങളും ഡെവലപ്പ് ആകുന്നത്. പിന്നീട് ബ്രെയിൻ, ഓരോ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പിന്നീടാണ് കുട്ടിയുടെ ആ ഓരോ ഷേപ്സും കാര്യങ്ങളും വരുന്നത്, ഹാൻഡ് വരുന്നത്, ഇയേഴ്സ് വരുന്നത്, ദെൻ ലെഗ് വരുന്നത്. ഏറ്റവും അവസാനമാണ് നമ്മുടെ ലെഗ് അല്ലെങ്കിൽ എന്താണ് ഫുട്ട് റീജിയൻ ഡെവലപ്പ് ആകുന്നത്. സോ കുട്ടികളിൽ ആദ്യം ഡെവലപ്മെന്റ് സംഭവിക്കുന്നത് സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി ആണ്. സെൻട്രൽ പാർട്ടിലാണ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പിന്നീടാണ് ഔട്ടർ പാർട്ടിൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. എക്സ്റ്റേണൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യം അവരുടെ ഇന്റേണൽ ബോഡി പാർട്സും കാര്യങ്ങളാണ് ഡെവലപ്പ് ആകുന്നത്. പിന്നീടാണ് ഇന്റേണൽ ബോഡി പാർട്സ്, പിന്നീടാണ് എക്സ്റ്റേണൽ ബോഡി പാർട്സിലേക്ക് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ആ വീഡിയോ പറ്റാണെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. നമ്മൾ ആ ഗ്രോത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം ഹാർട്ട് ബീറ്റ് ഫസ്റ്റ് വരുന്നു, പിന്നീടാണ് ഓരോ ഇന്റേണൽ ഓർഗൻസും ഡെവലപ്പ് ആകുന്നു. പിന്നീടാണ് ആ ഒരു ഹെഡ് പോലെ നമ്മളുടെ കുട്ടിയുടെ ഹെഡ് റീജിയൻ വരുന്നത്, ഇയേഴ്സ് കാര്യങ്ങൾ വരുന്നത്, ദെൻ കൈ ചെറുതായിട്ട് വന്ന് കാണുന്നത്. പിന്നീട് ഏറ്റവും അവസാനമാണ് ഇത് വരുന്നത്, ഫുട്ട്, നമ്മുടെ കാൽപാദങ്ങൾ വരുന്നത്, കാലുകൾ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് 4th ട്രെൻഡ് ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്, സെൻട്രൽ ടു ഔട്ടർ ട്രെൻഡ്. മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ബിഗിൻസ് ഫ്രം ദ സെൻട്രൽ ലൈൻ ഓഫ് ദ ബോഡി. നമ്മളുടെ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കൺട്രോൾ ആദ്യം നടക്കുന്നത് എവിടെയാണ്? സെൻട്രൽ പാർട്സ് അല്ലെങ്കിൽ ഇന്റേണൽ പാർട്ടിലാണ്. ആൻഡ് ടു ഔട്ടർ പാർട്ട്, ബോഡി ആക്സസ് ടു ദ ഔട്ടർ പാർട്ട്, മോർ ഫാർ എവേ ഫ്രം ഇറ്റ്. പിന്നീട് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയുടെ ഔട്ടർ പാർട്ടിലേക്ക് ഈ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. ഓക്കെ, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് മനസ്സിലായോ? ഈ 4 ട്രെൻഡ് ഒന്ന് വായിച്ചു നോക്കട്ടോ. ഞാൻ 4 ട്രെൻഡ് ഒന്ന് വായിച്ചു നോക്കി, ടെസ്റ്റ് ഉള്ളവരൊന്ന് വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ നോക്കട്ടെ കേട്ടോ. ഇതിൽ ഇന്റേണൽ പാർട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. എന്നാൽ നോക്കാം. ആദ്യം 1 മന്ത് ആകുമ്പോൾ തന്നെ നമ്മുടെ കുട്ടിയുടെ ബ്രെയിൻ പ്രോപ്പർ ആയിട്ട് അങ്ങനെയല്ല, ഹാൻഡോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ലെഗ് പൊസിഷനൊന്നും പ്രോപ്പർ ആയിട്ടല്ല കാണുന്നത്. നിങ്ങൾ കാണുമ്പോൾ ചെറുതായിട്ടാണ് ആ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. പിന്നീട് ഓരോ മാസം കഴിയുന്നതിനനുസരിച്ചാണ് കുട്ടിയുടെ ഡെവലപ്മെന്റും കാര്യങ്ങളും സംഭവിക്കുന്നത്. ഓക്കെ, എംബ്രിയോ ഡെവലപ്മെന്റ് മന്ത് സ്റ്റേജസ് ആണ് കാണിക്കുന്നത് കേട്ടോ.
ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുണ്ട്, ഹോം അപ്ലയൻസസ് ഉണ്ട്, കിച്ചൺ അപ്ലയൻസസ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്. വരുമ്പോ സോറി ട്ടാ, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണേ. ഓക്കെ, നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കിയതാണ്, പക്ഷെ ശരിയായില്ല കേട്ടോ. ഞാനത് എടുത്ത് കാണിച്ചു തന്നെ. നമ്മള് കണ്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എംബ്രിയോന്റെ ഡെവലപ്മെന്റ് വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടോ? മാം കാണിച്ചു തന്നുണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒന്ന് മനസ്സിൽ വന്നാൽ മതി. ഡെവലപ്മെന്റ് കാര്യങ്ങളൊന്നും ആദ്യം നമ്മൾ സെൻട്രൽ പാർട്ട്, നമ്മൾ അതേപോലെ തന്നെ ഹാർട്ട്, അതേപോലെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ആകുന്നു. പിന്നീടാണ് കുട്ടികളിലെ ഔട്ടർ പാർട്ടിൽ ഡെവലപ്മെന്റ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ട്രെൻഡ് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് ആണ്. കുട്ടികള്, നമ്മള് ഇപ്പോ ഒരാൾ പറഞ്ഞു, അത് കുട്ടികള് ഫസ്റ്റ് ജനിക്കുമ്പോ തന്നെ, അല്ലെങ്കിൽ ഒരു ന്യൂബോൺ ജനിക്കുമ്പോൾ തന്നെ അവർ ബൈലാറ്ററൽ സിമെട്രിക് ഓർഗാനിസം ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവർ ഫുഡ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ട് കൈയും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. കുട്ടികൾ എന്ത് ചെയ്യും? രണ്ട് കൈ കൊണ്ട് ഫുഡ് കഴിക്കും. അവർ എഴുതി തുടങ്ങുമ്പോഴും രണ്ട് കൈ അവർ യൂസ് ചെയ്യും. ബൈലാറ്ററൽ സിമെട്രിക് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് കൈയും ഈക്വൽ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. പിന്നീട് അവര് വലുതാവുന്നതിനനുസരിച്ച്, ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവരെന്താവും? ഏതാണോ അവർക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഡയറക്ഷൻ, ആ ഡയറക്ഷനിലേക്ക് അവർ പോകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണോ റൈറ്റ് ഹാൻഡ് ആണോ അവർക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്, ആ ഒരു ഹാൻഡിലേക്കായിരിക്കും അവർ അവർ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്, കോമൺലി യൂസ് ചെയ്യുന്നത്. ആദ്യം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്. അവർക്ക് രണ്ട് കൈക്കും തമ്മിൽ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു കൈ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആ കൈക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അങ്ങനെ ഒന്നുമില്ല. രണ്ട് കൈക്കും ഈക്വലി കുട്ടികളെ സംബന്ധിച്ച് എന്താണ്? ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ഈക്വലി എന്താണ്? രണ്ട് കൈയും ഈക്വൽ ആണ്. പിന്നീടാണ് ഇപ്പൊ ഒരു കുട്ടിക്ക് രണ്ട് കൈയും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനൊക്കെ തുടങ്ങും. പിന്നീട് അവർ എന്ത് ചെയ്യും? അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡിലേക്ക് മാറും. അവർക്ക് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ്. ഇപ്പൊ നമ്മളുടെയൊക്കെ പാരന്റ്സ് എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ തല്ലിയിട്ട് എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡിലേക്ക് ആക്കുമായിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ടാണ് എഴുതി തുടങ്ങിയിരുന്നത്. അപ്പോ നല്ല തല്ല് തരുമായിരുന്നു. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞു വിടില്ല, കുഞ്ഞു കുട്ടികളെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുമ്പോൾ നല്ല തല്ല് തന്നിട്ട് എന്ത് ചെയ്യും? റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മര്യാദയ്ക്ക് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിരുന്നു, എനിക്ക് ബ്രെയിൻ ഡെവലപ്മെന്റ് റൈറ്റ് സൈഡിലെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ആയിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പോസിറ്റ് ആണെന്ന് എനിക്ക് അറിയാലോ. അപ്പൊ നല്ല രീതിയിൽ വന്നാനായിരുന്നു ഞാൻ അമ്മയോട് പറയും. പക്ഷെ അന്ന് നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ നമുക്കറിയാം ഏത് ഹാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഏത് സൈഡിലാണോ, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ ഇഷ്ടമുള്ള സൈഡിലേക്ക് പോകാനായിട്ട് കുട്ടികൾ നമ്മൾ ഫ്രീഡം കൊടുക്കണം. അല്ലാത്ത കുട്ടികളെ നിർബന്ധിച്ച് റൈറ്റ് ഹാൻഡിലേക്ക് ആക്കേണ്ട കാര്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ കുട്ടികൾ എന്താണ്? ന്യൂ ബോൺ ഇൻഫന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്. അവർക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റില് ഡിഫറൻസ് ഒന്നുമില്ല. അവര് ഇവര് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലായാലും രണ്ട് കൈ കൊണ്ട് തന്നെ കഴിക്കും. നമ്മൾ കുഞ്ഞു കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, അവർ രണ്ട് കൈയും വെച്ച് യൂസ് ചെയ്ത് കഴിക്കുന്നത്. രണ്ട് കൈ കൊണ്ട് നല്ല കോർഡിനേഷനിലായിരിക്കും ഫുഡ് കഴിക്കുന്നത്. എഴുതുന്ന കാര്യത്തിലും അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് കൈയും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്, ഈക്വലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? യൂണിലാറ്ററൽ ട്രെൻഡിലേക്ക് പോകുന്നത്. പിന്നീട് അവർക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള സൈഡ് അത് ഏതാണോ അതിലേക്ക് അവർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുന്നത് ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് ആണ്. എ ന്യൂബോൺ ഇൻഫന്റ് ഈ നെസസിറ്റി എ ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ഓട്ടോമാറ്റിക്കലി, മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷണലി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ശാരീരികപരമായിട്ടും ഘടനാപരമായിട്ടും അവരെന്താണ്? ഒരു ബൈലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം ആണ്. രണ്ട് കൈയും ഈക്വലി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആര്? കുട്ടികൾ എന്ന് പറയുന്നത്. ബട്ട് ആസ് ഇറ്റ് ഗ്രോ അപ്പ്, പിന്നീട് ആ കുട്ടി വലുതാവുന്നതിനനുസരിച്ച് ആ കുട്ടി എന്തായിട്ട് മാറും? ആ കുട്ടി ഒരു യൂണിലാറ്ററൽ ട്രെൻഡിലേക്കാണ് പിന്നീട് വരുന്നത്. യൂണിലാറ്ററൽ ട്രെൻഡ് എന്ന് പറയുമ്പോൾ
ആ കുട്ടി ഇപ്പൊ ഏതെങ്കിലും ആ കുട്ടിക്ക് ഏതാണോ സൈഡ് കംഫർട്ടബിൾ ആ സൈഡിലേക്കായിരിക്കും കുട്ടി മൂവ് ആവുന്നത്. അപ്പൊ ചിലപ്പോ ലെഫ്റ്റ് സൈഡ് ആയിരിക്കും കുട്ടിക്ക് പ്രിഫറബിൾ എങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് പൊക്കോട്ടെ. മേ ബി റൈറ്റ് സൈഡ് ആണെങ്കിൽ കുട്ടി ആ റൈറ്റ് സൈഡിലേക്ക് പോകും. നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ട, ഈ നിർബന്ധിച്ച് കുട്ടീനെ കൊണ്ട് ചെയ്യിക്കേണ്ട. കാരണം അവർക്ക് ഇഷ്ടമുള്ള സൈഡ് ഏതാണോ എന്റെ മോന് ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. എന്റെ ലെഫ്റ്റ് ഹാൻഡ് തന്നെയാ. വീട്ടില് മാതാപിതാക്കൾ പറഞ്ഞു പിന്നെ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതിക്കണം. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് തന്നെ വെച്ചാണ്. അതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിൽ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, നല്ല കാര്യമാണ് അത്. കാരണം എന്താണെന്നറിയാമോ, നമ്മൾ നിർബന്ധിച്ച് അവരെ അവരുടെ ആ ഒരു ഇത് മാറ്റണ്ടല്ലോ. അവരുടെ ഡെവലപ്മെന്റ് എവിടെയാണ് കൂടുതൽ ആ സൈഡ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. റൈറ്റ്സ് ആണ് ഡെവലപ്മെന്റ് നല്ലതെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ബ്രെയിൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ റൈറ്റിലേക്കും അങ്ങനെ വരുന്നത്. അപ്പൊ ആ കുട്ടിയുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് അവൻ ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ള സൈഡ് അത് അവൻ തന്നെ സെലക്ട് ചെയ്തോളും. നമ്മള് പാരന്റ്സും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പറയും റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാനേ പാടുള്ളൂ. പണ്ട് അവർക്ക് അറിയില്ലായിരുന്നു. നമ്മൾ കുട്ടിയുടെ ആ ഒരു ഇഷ്ടത്തിനും അവന്റെ കംഫർട്ടിനും അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടീനെ ആ ഒരു രീതിയിലേക്ക് വിട്ടാൽ മതി. പറഞ്ഞോടാ. എന്റെ മോള് എഴുതുന്നതെല്ലാം റൈറ്റ് ആണ്, പക്ഷെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അവൾക്ക് ലെഫ്റ്റിലാണ് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആള് ഫസ്റ്റ് ലെഫ്റ്റ് ആണ് കൈ നീട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഹോൾഡ് ചെയ്യാനൊക്കെ അവൾക്ക് ലെഫ്റ്റ് ആണ്. പക്ഷെ എഴുതുന്നതും അതൊക്കെ റൈറ്റിലാക്കി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആക്കിയതാണ്. അതെ അതെ അതെ. അത് ചിലപ്പോ കുട്ടിയുടെ ഡെവലപ്മെന്റ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയായിരിക്കാം. അവൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് പ്രിഫറബിൾ ആയിരിക്കും. നമ്മൾ നിർബന്ധിച്ച് അങ്ങനെ ചെയ്യിച്ചപ്പോ ആ ഒരു ഡിഫറൻസ് കുഴപ്പമില്ല, എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരു ഫ്രണ്ടേ ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന സമയത്ത് അവള് രണ്ട് കൈ കൊണ്ട് എഴുതും. വെച്ചിട്ടുണ്ടെങ്കിൽ അവള് ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ആയിരുന്നു. പാരന്റ്സ് നിർബന്ധിച്ചതിന് ശേഷം അവൾ എന്ത് ചെയ്തു, റൈറ്റ് ഹാൻഡിൽ എഴുതാനായിട്ട് തുടങ്ങി. അപ്പോ നിർബന്ധിച്ച് അവളെ കൊണ്ട് റൈറ്റ് ഹാൻഡ് എഴുതിച്ചു. പിന്നീട് അവള് വലുതായതിനു ശേഷം ആ രണ്ടും കളഞ്ഞില്ല. എന്നുവെച്ചാല് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡും കോമൺലി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ ഡിഫറെന്റ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ നല്ല ഉരുട്ടി നല്ല ഭംഗിയിലാണ് എഴുതുന്നത്. റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് എഴുതുമ്പോൾ നീളൻ ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പൊ അവർക്കൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യുന്ന അറിയാവോ, ഈ അസൈൻമെന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ആൺകുട്ടികൾക്കൊക്കെ എഴുതി കൊടുക്കും. മുമ്പല്ലേ ആ സമയത്ത് അസൈൻമെന്റ് ഒക്കെ എഴുതി കൊടുക്കുക. എന്നിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കും. ഞങ്ങൾ എഴുതി കൊടുക്കൂല. അപ്പൊ ഹാൻഡ് റൈറ്റിംഗ് പരിശോധിക്കുമ്പോൾ ആദ്യമായിട്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നീ അല്ലേ എഴുതി കൊടുത്തത് അവന്? അപ്പൊ അതെങ്ങനെയാ രണ്ട് ഹാൻഡ് റൈറ്റിംഗ് ചോദിച്ചപ്പോ പറഞ്ഞ അവള് ഓൾറെഡി ലെഫ്റ്റ് ഹാൻഡ് ആണെന്ന് ക്ലാസ്സിൽ എല്ലാവർക്കും അറിയാം. അവള് പറഞ്ഞത് ഞങ്ങളോട് അവൾക്ക് രണ്ട് ഹാൻഡ് യൂസ് ചെയ്തും എഴുതാനായിട്ട് പറ്റും. രണ്ട് ഹാൻഡും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കും, അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. നല്ല ഒരു ബ്രില്യൻസും കാര്യങ്ങളും മോട്ടോർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള കുട്ടിയായിരിക്കും. അതുകൊണ്ടായിരിക്കും നല്ല ഒരു കോർഡിനേഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ രണ്ട് ഹാൻഡും പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഒക്കെ എഴുതുമ്പോൾ അവള് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. ഫുൾ എക്സാം എഴുതുമ്പോൾ ലെഫ്റ്റ് ആണ്, ഫുഡ് കഴിക്കുമ്പോൾ ലെഫ്റ്റ് ആണ്, എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുമ്പോഴും ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. ബട്ട് റൈറ്റ് ഹാൻഡ് അവൾക്ക് കംഫർട്ടബിൾ ആണ്, എഴുതാനായിട്ട് കുഴപ്പമില്ല. അവൾ എഴുതും. ഹാൻഡ് റൈറ്റിംഗ് എൻ്റെ ഡിഫറെന്റ് ആണെന്നുള്ളൂ. ഓക്കെ, എന്റെ കഴിക്കണതും മറ്റേ അവൻ എടുത്ത കൈ കൊണ്ട് തന്നെയാ വരുന്നത്. ഞാൻ പറയും, പക്ഷെ ഞാൻ നിർബന്ധിക്കില്ല. പറയാറുണ്ട് മറ്റൊക്കെ, പക്ഷെ അവന് വഴങ്ങൂല. ഏത് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഞാൻ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയും, പക്ഷെ അവനത് വരൂല. കൈ എടുത്ത കൈ കൊണ്ട് തന്നെയാണ്. അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി അവന് ലെഫ്റ്റ് ആണെങ്കിൽ അത് പ്രിഫറബിൾ ആയിട്ട് ട്രെയിൻ ചെയ്യിച്ചാൽ മതി. ഇപ്പൊ നമ്മള് കോമൺലി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയാം റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യണം. നീ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് നീ ഫുഡ് കഴിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നതെങ്കിൽ നീ ലെഫ്റ്റ് ഹാൻഡ് കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ അവനോട് പറഞ്ഞു കൊടുക്കാം. 3 വയസ്സാവുന്നില്ല, അതുകൊണ്ട് കൂടുതൽ പ്രഷർ ചെയ്യാറില്ല. ആയിട്ടുള്ളൂ ടൈം ആവുന്നുള്ളൂ. വരയ്ക്കൊക്കെ ചെയ്യും മിസ്. ഇടത്തേക്കൈ കൊണ്ട് എന്നെ പേന പിടിച്ച് ഇങ്ങനെ വരയ്ക്കും. അവൻ ഭിത്തിയിലും ബുക്കിലൊക്കെ വരയ്ക്കും. ബോൾ എടുക്കണത് എന്താണ്, നമ്മൾ എന്ത് കൊടുത്താലും കൈ നീട്ടണമൊക്കെ അവൻ ഇടത്തേക്കയ്യാ. ഓക്കേടാ, അത് വരുന്നുള്ളൂ ടൈം. ബയലാറ്ററൽ ആവാനായിട്ടുള്ള യൂണിലാറ്ററൽ ആവാനുള്ള ടൈം വരുന്നുള്ളൂ. 4 years. ആ ടൈം ആവുമ്പോഴേക്കും അവന് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള സൈഡിലേക്ക് അവൻ മാറിക്കോളും. ഞാൻ എല്ലാം റൈറ്റ് ഹാൻഡ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. പക്ഷെ എനിക്ക് നൈഫ് മാത്രം ഉപയോഗിക്കാൻ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കുക. അതെന്താന്ന് എനിക്കറിയില്ല എങ്ങനെ വന്നത്. ബാക്കി എല്ലാ കാര്യവും എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടൊക്കെ കഴിയാം. പക്ഷെ
ഈ നൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക ഫുള്ള് ഞാൻ ലെഫ്റ്റാ. നമ്മള് ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സൈഡ് ആയിരിക്കും, അതായിരിക്കും അങ്ങനെ വന്നത്. ഞാനും അങ്ങനെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ചെറുപ്പത്തിൽ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തിരുന്നത്. ഞാൻ എഴുതാനും ഫുഡ് കഴിക്കാനും മാത്രമാണ് ഇപ്പോൾ റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ വീട്ടില് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മള് ഇത് എന്താ പറയാ സ്പൂണോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഏത് ലെഫ്റ്റ് ഹാൻഡിലൂടെയാണ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പേജസ് ഷിഫ്റ്റ് ചെയ്യാം, അങ്ങനെ നമ്മള് കൂടുതലായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ആണ് കൂടുതൽ എനിക്ക് പ്രിഫറബിൾ ആയിട്ട് വരുന്നത്. അത് ഓരോരുത്തരുടെ ഡെവലപ്മെന്റ് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ നിർബന്ധിക്കേണ്ട കുട്ടികളെ കൊണ്ട് റൈറ്റ് ഹാൻഡ് തന്നെയാവണം ഫുഡ് കഴിക്കാൻ, റൈറ്റ് ഹാൻഡ് കൊണ്ട് മാത്രമാണ് എഴുതാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഇന്ന് നിർബന്ധിക്കാൻ പാടില്ല. നമുക്കറിയാലോ കുട്ടിക്ക് ഏതാണോ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഏത് സൈഡാണോ ആ ഒരു സൈഡിലേക്ക് പോകട്ടെ. നോർമൽ ആണ് കുട്ടികളിൽ. ഓക്കെ, അവർ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ഹാൻഡിനും ഈക്വൽ എന്താ പറയുക റൈറ്റ്സ് അല്ലല്ലോ, ഈക്വൽ കഴിവ് കൊടുത്തിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. പിന്നെ അവന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവൻ ഏതാണോ പ്രിഫറബിൾ ആയിട്ടുള്ള ഹാൻഡ് അത് അവൻ പ്രിഫർ ചെയ്തോളും. നമ്മൾ എന്ത് ചെയ്യേണ്ട, നിർബന്ധിക്കേണ്ട. ഓക്കെ ഓക്കെ ബയലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ് മനസ്സിലായോ? ഇതില് കുറച്ച് വേർഡ്സ് പറയുന്നുണ്ടല്ലേ, ബയലാറ്ററൽ സിമെട്രിക്കൽ ഓർഗാനിസം, ഓട്ടോമാറ്റിക്കലി മോർഫോളജിക്കലി ആൻഡ് ഫങ്ഷണലി. അത് ശരീരഘടനാപരമായും രൂപശാസ്ത്രപരമായും പരമായിട്ടുമാണ് കുട്ടികൾ ആരായിട്ട് മാറുന്നത്, യൂണിലാറ്ററൽ സിമെട്രിക്കൽ യൂണിലാറ്ററൽ ആയിട്ട് മാറുന്നത്. അവര് ഓട്ടോമാറ്റിക്കലി ആണ് വരുന്നത്, അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് അനോട്ടോമിക്കലി ആൻഡ് മോർഫോളജിക്കലി നമ്മൾ ആ കുട്ടികളുടെ ശരീരഘടനപരമായിട്ട് ഏത് സൈഡാണ് അവർക്ക് പ്രിഫറബിൾ ആ സൈഡിലേക്ക് അവർ വരുന്നു. പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമ്മൾ ചിലപ്പോൾ ചെറുപ്പം മുതലേ ശീലിച്ചിരിക്കുന്നത് ചിലപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ നമുക്ക് പിന്നീടായാലും ലെഫ്റ്റ് ഹാൻഡ് ആയിരിക്കും പ്രിഫറബിൾ ആവുന്നത്. റൈറ്റ് ഹാൻഡ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ റൈറ്റ് ഹാൻഡിലേക്ക് പോകും. അത് നമ്മളുടെ ഓരോ ആക്ടിവിറ്റീസിന്റെ ഭാഗവും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമുക്ക് ആ സൈഡുകൾ വരുന്നത്. ഓക്കെ, അത് കോമൺലി എല്ലാവരിലും സംഭവിക്കുന്നതാണ്. അപ്പൊ പേടിക്കാനൊന്നും വേണ്ട. ലെഫ്റ്റ് ഹാൻഡ് ആണ് കുട്ടി യൂസ് ചെയ്യുന്ന, റൈറ്റ് ഹാൻഡിന് പ്രശ്നമുണ്ട് അങ്ങനൊന്നുമില്ല. അത് ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ആ ഒരു കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ലെഫ്റ്റ് സൈഡിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി മാക്സിമം ടു മിനിമം ട്രെൻഡ് ആണ് നമ്മൾ പറയുന്നത്. സിമ്പിൾ ആണ്. കുട്ടികള് ആദ്യം നമ്മൾ പറഞ്ഞത് മാസ്റ്റർ സ്പെസിഫിക് ട്രെൻഡ് ആയിട്ട് റിലേഷൻ ഉള്ളതാണ് ഏത് മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്. ഏർലി സ്റ്റേജസിൽ കുട്ടികൾക്ക് മസിൽ ഇൻവോൾവ്മെന്റ്, എനർജി, ഒരു കാര്യം ചെയ്യാനുള്ള എനർജി എന്ന് വെച്ചാൽ മാക്സിമം എനർജി വേണം. മാക്സിമം എനർജി എടുത്തായിരിക്കും അവൻ ഒരു കാര്യം ചെയ്യുന്നത്. പിന്നീട് അവൻ വലുതാവുന്നതിനനുസരിച്ച്, പിന്നീട് അവൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവന് മിനിമം എനർജി മതി. ഓക്കെ, അപ്പൊ മാക്സിമം ടു മിനിമം ട്രെൻഡ് ആണ് നമ്മൾ പറയുന്നത്. നമ്മളൊരു കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ അടുത്തേക്ക് ഒരു ബോള് എന്ത് ചെയ്യാണ് പോവാണെങ്കിൽ അത് ക്യാച്ച് ചെയ്യണമെങ്കിൽ അവന്റെ ഫുൾ എനർജി എടുത്തിട്ട് വേണം അവൻ എന്ത് ചെയ്യാനായിട്ട്, അത് ക്യാച്ച് ചെയ്യാനായിട്ട്. പിന്നീട് അവൻ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് അവൻ ജസ്റ്റ് ആ ഒരു കാലുകൊണ്ട് കൈകൊണ്ട് ഒരു കാലുകൊണ്ടൊക്കെ അവൻ എന്ത് ചെയ്യാൻ പറ്റും, ആ ബോള് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. At the early stages, the extent or muscular involvement and the amount of energy spent on motor function are greater than at later stage. നമ്മളപ്പോ ആദ്യം നമ്മളെ കുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മോട്ടോർ ഫങ്ഷൻസും കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് ഗ്രേറ്റർ മാക്സിമം എനർജി വേണം. പിന്നീട് അവൻ അതേ ആക്ടിവിറ്റി പിന്നീട് അവൻ ഗ്രോ ചെയ്തതിനു ശേഷം ചെയ്യുമ്പോൾ അവൻ അത്രയും അത്രയും എനർജി ആവശ്യമില്ല. ബോത്ത് മോട്ടോർ കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് ഗ്രോസ് വിത്ത് ഏജ്. കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് മോട്ടോർ ഡെവലപ്മെന്റ്, കോർഡിനേഷൻ ആൻഡ് സ്ട്രെങ്ത് എന്ത് ചെയ്യും, ഡെവലപ്പ് ആകും. ഓക്കെ, ഏജിനനുസരിച്ച് അവർക്ക് ചെറുപ്പത്തിൽ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് ചെയ്യുമ്പോൾ അത്രയും എനർജി ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഏജിനനുസരിച്ച് മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ആവും. ഓക്കെ, ദെൻ വരുന്ന ഇനി ഈ ഒരു പാരഗ്രാഫ് ഇല്ലേ, ഈ ഒരു പാരഗ്രാഫ് ശരിക്കും താഴെ വരേണ്ടതാണ് കേട്ടോ. ഈ ഒരു പോയിന്റിന് താഴെ വരുന്നതാണ് കൺക്ലൂഷൻ പോലെ വരുന്ന ഒരു പാരഗ്രാഫ് ആണിത്. മോട്ടോർ ഡെവലപ്മെന്റ് relieves not only a neuromuscular maturity but also an environmental opportunity, especially availability of the equipments and opportunity to observe and intimate other children's and opportunity to experience. നമ്മൾ പറയുന്നത് മോട്ടോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂറോമസ്കുലാർ മെച്യൂരിറ്റി ആണ് മോട്ടോർ ഡെവലപ്മെന്റ്
കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്നൊക്കെ പറയുന്നത്. എന്നിരുന്നാലും അത് മാത്രമല്ല, അവന് എൻവിയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടോ, അവന്റെ എൻവിയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എക്സ്പെഷ്യലി അവൈലബിലിറ്റി ഓഫ് ദ എക്യുപ്മെന്റ്സ്, അവൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസും കാര്യങ്ങളുടെയും അവൈലബിലിറ്റി, അതേപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു ഒബ്സർവ്, അവന് ഓരോ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മറ്റ് തിങ്സുകൾ കുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ, അതേപോലെ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ്, ഓരോ കാര്യങ്ങൾ അവനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. ഇതിന്റെ എല്ലാം ഇൻഫ്ലുവൻസ് എന്തിലുണ്ട്? മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കോർഡിനേഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂറോ മസ്കുലാർ മെച്യൂരിറ്റി മാത്രമല്ല, നമ്മുടെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ മസിൽ സിസ്റ്റത്തിന്റെ മെച്യൂരിറ്റി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മാത്രമല്ല അവിടെ പറയുന്നത്. ഒരു കുട്ടി ഇതേപോലെ എൻവയോൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, അവന് പാരന്റ്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അലൗ ചെയ്യുന്നുണ്ട്, എക്സ്പീരിമെന്റ്സും കാര്യങ്ങളും എക്യുപ്മെന്റ്സും കാര്യങ്ങളും അവന് അവൈലബിൾ ആക്കുന്നുണ്ട്, അതേപോലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും മറ്റു തിങ്സ് കാര്യങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യാനും ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടികളിൽ മോട്ടോർ ഡെവലപ്മെന്റ് ആൻഡ് കോർഡിനേഷൻ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇതോടെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ട്രെൻഡ്സ് ആണ്. ഈ 6 ട്രെൻഡ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറയാറില്ലേ, ഇന്ന പോർഷനിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കുന്നു. അപ്പൊ ഇത് ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇത്, ഈ ട്രെൻഡ്സ് എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, നല്ല രീതിയിൽ റീഡ് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റീസ് എന്തായിരുന്നു? സെൻസ് ഓർഗൻസിന്റെ ആണോ? ഓക്കെ, ചെയ്തവരൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ, ഞാൻ അവരെ വിളിക്കാം. സഞ്ജനാട്, സഞ്ജന മ്യൂട്ട് ഓൺ ആക്കുകയാണെങ്കിൽ പിൻ ചെയ്യാം. മാം ഞാൻ കേട്ടില്ല, പെട്ടെന്ന് എന്താണ് പറഞ്ഞത്, എന്താ പറഞ്ഞെന്ന് കേട്ടില്ല. ഓക്കെ ഓക്കെ, എവിടെ സെൻസ് ഓർഗൻസിന്റെ ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഫ്ലാഷ് കാർഡ്. മറ്റുള്ളവര് പേര് അയക്കുകയാണെങ്കിൽ അത് ഓർഡറിൽ വിളിക്കാം. സഞ്ജന ഓക്കെ, 1 മിനിറ്റ്, സഞ്ജന പിൻ ചെയ്തിടാ. ബോഡി പാർട്സ് ആണ് ചാപ്റ്ററിൽ. ഓക്കെ, സെൻസ് ഓർഗൻസ്, ഐ, ഓക്കെ ഓക്കെ, സി, നോ, സ്മെൽ, ഹിയർ, ഓക്കെ, ഹിയർ ആൻഡ് ടേസ്റ്റ്. നല്ലുണ്ട്. സ്കിൻ ടച്ച്, ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. then ആതിര കേട്ടോ. ആതിര, കാണാൻ പറ്റുന്നുണ്ടോ? കാണാടാ ആതിര. സെൻസ് ഓർഗൻസ് ആണ്. ഒരു മിനിറ്റ്, ഞാനേ പിൻ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, കാണിച്ചു, പ്രസന്റ് ചെയ്തോ. സെൻസ് ചെയ്യുന്നുള്ള രീതിയിലാണ്. സെൻസ് ഓർഗൻസ് ആണ് ആദ്യം എല്ലാത്തിന്റെയും കൊടുത്തിട്ട് പിന്നെ ഓരോന്നും. ഓക്കെ, ഓരോ സെൻസുകളും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ബോഡി പാർട്ട് ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഓക്കേടാ, ബോഡി പാർട്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതിന് ഓരോന്ന് നെയിം എഴുതിയേക്കുന്നത്, അതിന്റെ പിക്ചർ കൊടുത്തേക്കുന്നത് സൈഡിൽ. നന്നായിട്ടാ, താങ്ക് യു മാം. ഐഡിയ ആണ്. ഓക്കെ, ഇന്നലെ കാണിച്ചൊരു കാണിക്കണ്ട കേട്ടോ. കൺസീറ, കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. വരച്ചതാണോ? അതെ, നന്നായിട്ടുണ്ട് കേട്ടോ. സെൻസ് ഓർഗൻ, സെൻസ്, ഓക്കെ ഓക്കെ, ഐ സി, ഓക്കേടാ. മാം രണ്ടും ചാർട്ട് പേപ്പറിൽ ചെയ്താൽ മതി. എന്റെ കൈക്ക്, വലത് കൈക്ക് ഇത്തിരി നീർക്കെട്ട് വരുന്നുണ്ടേ. അപ്പൊ അത് ഡോക്ടർ പറഞ്ഞേക്കണം അധികം സ്ട്രെയിൻ ചെയ്യരുതെന്ന്. അപ്പൊ കട്ട് ചെയ്യാൻ കുഴപ്പമില്ലടാ, ഫ്രീ ആവുമ്പോ മതി. അല്ല, ചാർട്ട് പേപ്പറിൽ ചെയ്താൽ മതിയോ മാം? ഫ്ലാഷ് കാർഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, വെട്ടാനൊക്കെ ഇത്തിരി
കൈക്ക്. വേണ്ട, കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി ചെയ്താൽ മതിയല്ലോ. ഓക്കെ, നന്നായിട്ട്. താങ്ക് യു മാം. ഓക്കെ, അപ്പോ ആക്ടിവിറ്റീസ് ഇനിയിപ്പോ ലവ്ലി പെയിന്റിങ് വരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ, മനസ്സിലാവൂല്ലോ നമുക്ക്. ക്ഷമം പറഞ്ഞാൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യിച്ചിട്ടില്ല. പക്ഷെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അത് അനക്കി നമ്മൾ കൈ അനങ്ങി വരുമ്പോ വീർത്ത് നമ്മുടെ കഷത്തിലെ ലിംഫ് നോഡ് കളഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അതിന്റെ ആ കളക്ഷൻ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ കൈയുടെ ഉള്ളിലേക്ക് വന്ന് ഇടത്തെ കൈയേക്കാൾ 2 ഇരട്ടിയിലിരിക്കുകയാണ് വലത്തെ കൈ, ഷോൾഡർ തുടങ്ങി കൈപ്പത്തി വരെ. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കണം അധികം സ്ട്രെയിൻ ചെയ്യരുതെന്നാണ്. അപ്പൊ അതുകൊണ്ട് കേട്ടോ മാം. ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സാവധാനം ചെയ്തോളാം. ഫ്ലാഷ് കാർഡ് വെക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ മാം, താങ്ക് യു മാം. ഇതാവുമ്പളേ ബൈവേഡാകുമ്പോഴേക്ക് സബ്മിറ്റ് ചെയ്താൽ മതി. പക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറഞ്ഞാൽ മതി എന്നോട്. ഓക്കെ, നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രെൻഡ്സ് ആയിരുന്നു. നല്ല രീതിയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തു. മോക്ക് ടെസ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? കിട്ടി മാം. യൂണിറ്റ് 1 വരെയുള്ള മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റോൾ ഓഫ് ദ ടീച്ചർ ആണ്. കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഇനി മോട്ടോർ ഡെവലപ്മെന്റിൽ ടീച്ചറിന്റെ റോൾ എന്താണെന്നുള്ളതാണ്. ഇത് 7th പോയിന്റ് അല്ല കേട്ടോ, ഒരു 7th പോയിന്റ് എന്നല്ലേ വന്നിരിക്കുന്നത്, അങ്ങനെയല്ല. അത് അടുത്ത നെക്സ്റ്റ് ഹെഡിങ് ആണ്. ഇത് റോൾ ഓഫ് ദ ടീച്ചർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹെഡിങ് ആണ്. ഓക്കെ, the children should be motivated to manipulate, handle, use various objects and implement so as to provide sensory activity, eye-hand coordination. നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണം, അവരോട് ചെറിയ തിങ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും യൂസ് ചെയ്യാനും അവർ നമ്മൾ എന്ത് ചെയ്യണം, പഠിപ്പിക്കണം. എന്നാലാണ് അവർക്ക് സെൻസറി ആക്ടിവിറ്റീസും അതേപോലെ ഐ ഹാൻഡ് കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെൻസറി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ്. ഇപ്പൊ നമുക്ക് സെൻസറി ആക്ടിവിറ്റീസ് നമുക്ക് പറയുകയാണെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ ഞാൻ പറയും നോബിൾ സിലിണ്ടേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷന് നോബിൾ സിലിണ്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് സ്മെല്ല് ചെയ്യുന്ന സിലിണ്ടേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ സൗണ്ട് സിലിണ്ടേഴ്സ് ഉണ്ട്, സ്മെൽ സിലിണ്ടേഴ്സ് ഉണ്ട്. ഒത്തിരി സിലിണ്ടേഴ്സ് നമുക്ക് മെറ്റീരിയൽ ആയിട്ട് ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സൗണ്ട് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞാല് ആ സിലിണ്ടറിൽ നമുക്ക് ബീഡ്സ് ഇല്ലേ, ഇപ്പൊ ഒരു ബീഡ്സ് ഇട്ടിട്ട് നമ്മളത് ഷേക്ക് ചെയ്യുമ്പോഴത്തെ സൗണ്ട് ആയിരിക്കില്ല 2 ബീഡ്സ് ഇട്ടിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ. അതേപോലെ 3 ബീഡ്സ് വരുമ്പോൾ അങ്ങനെ ഡിഫറൻസ് ആയിരിക്കും ആ സൗണ്ട് വരുന്നത്. ഇനി ഇത് വേണ്ട, എന്താണ് ബീഡ്സ് വേണ്ട, നല്ല കടലിലെ പൊടിമണലുണ്ടല്ലോ, ബീച്ചിലൊക്കെ പോകുമ്പോൾ കാണുന്ന പൊടിമണല്, ആ മണലിട്ടിട്ടാണ് നമ്മൾ ഷേക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കത് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ആ ഡിഫറൻസ് കുട്ടികളെ മനസ്സിലാക്കാൻ പറ്റും. ഡ്യൂറിംഗ് പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ ഡേയ്സ്, പ്രീ സ്കൂൾ ടൈമിൽ ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലേ വർക്കുകൾ, കുട്ടികളെ കൊണ്ട് തന്നെ ക്ലേ വർക്കുകൾ ചെയ്യിക്കാം. കളറിങ്, ടിയറിങ്, അതുപോലെ തന്നെ കട്ടിങ്, പെയിന്റിങ്, ത്രെഡിങ്, സ്വിങ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാനും നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഉണ്ടോ അല്ലെങ്കിൽ കുട്ടികളിലെ എന്താ പറയാ മോട്ടോർ ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ഫസ്റ്റ് ചെയ്യിക്കുന്ന ആക്ടിവിറ്റി എന്ന് വെച്ചാൽ കളറിങ് ആണ്. കുട്ടികൾ പ്രോപ്പർ ആയിട്ട് കളർ ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് ആ ലൈൻസിന്റെ ഒക്കെ ഉള്ളിൽ തന്നെയാണ് കളേഴ്സ് വരുന്നതെങ്കിൽ കുട്ടിക്ക് നല്ല രീതിയിൽ മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷുഡ് ബി അറേഞ്ച് ടു അറ്റൈൻ ഏർലി മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഈ ആക്ടിവിറ്റീസ് കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് എന്താണ് മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്താണ് ഏർലി അക്യൂർ ചെയ്യാനായിട്ട് പറ്റും. ഓർഗനൈസ് suitable play activities that will help the children to learn motor skills by assembling and construction. Play activities കാര്യങ്ങളും പസിൽസ് അതേപോലെ കാർഡ്സ് ബ്ലോക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി മോട്ടോർ സ്കിൽസ് ആൻഡ് കോർഡിനേഷൻ ഇംപ്രൂവ് ആവും. അതേപോലെ പിങ്ക് ടവർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽ കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ, പിങ്ക് ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 വുഡൻ ക്യൂബ്സ് ആണ് വരുന്നത്. അപ്പൊ അത് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണ്. കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. നമുക്കത് മൂവബിൾ ആണ് കേട്ടോ. സെപ്പറേറ്റ്
10 ക്യൂബ്സ് ആണ്. അത് അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. കുട്ടികൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. അവർക്ക് ആ ഒരു കൺസെപ്റ്റ്, ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. ആണോ മാം? മോണ്ടിസോറി മെറ്റീരിയൽ എല്ലാം വുഡൻ ആണോ? അതെ, മോണ്ടിസോറി ഫുൾ മെറ്റീരിയൽസ് വുഡൻ മെറ്റീരിയൽസ് ആണ് കേട്ടോ. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഡിഫറെന്റ് ഷേപ്സിൽ സെൻസറി എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസ്, കാര്യങ്ങൾ, മോട്ടോർ ഡെവലപ്മെന്റ്, കൺട്രോളും കൊണ്ടുവരാൻ പറ്റുന്ന ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. ഞാൻ പ്രാക്ടിക്കൽ സെഷന്റെ ടൈം ആവുമ്പോൾ നമ്മൾ ഇവിടുത്തെ പിങ്ക് ടവർ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. ഞങ്ങൾക്കത് മേക്ക് ചെയ്യേണ്ടി വരുമോ മാം? നമ്മൾക്ക് പക്ഷെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. ഞാൻ നിർബന്ധിക്കാറില്ല പിങ്ക് ടവർ ചെയ്യുന്നത്, പക്ഷെ ചില കുട്ടികൾ ചെയ്യാറുണ്ട്. അവര് ചെയ്യിക്കേണ്ടി വരില്ല മരപ്പണിക്കാരെ കൊണ്ട്. അത് ചെയ്യിക്കുക. ചില ഇപ്പൊ ഒരു കുട്ടിയുടെ എനിക്ക് തോന്നുന്നത് MT8 ഒരു കുട്ടി വുഡൻ പിങ്ക് ടവർ ചെയ്തു. അതെന്ന് വെച്ചാൽ കുട്ടിയുടെ ഹസ്ബൻഡ് കാർപ്പൻ്റർ ആണ്. അപ്പോ അവർക്ക് സിംപിളി അവൈലബിൾ ആണ് എന്ത് ഈ വുഡ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അവര് കറക്റ്റ് ആയിട്ട് ആ വുഡൻ ക്യൂബ്സ് അറേഞ്ച് ചെയ്തു. ഫ്രീലി അവൈലബിൾ ആണല്ലോ. പിന്നെ ഒരു കുട്ടി ഇത് കണ്ടപ്പോ എന്ത് ചെയ്തു, കാർപ്പൻ്ററിനെ ഏൽപ്പിച്ചത് ചെയ്യിച്ചു എന്ന് പറഞ്ഞു. അതിനെന്തോ 500 സംതിങ് റുപ്പീസ് കൊടുത്താണ് ചെയ്യിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യിക്കുകയാണെങ്കിൽ ലാഭമാണ്. നമുക്ക് അറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ ചെയ്ത് തരാണെങ്കിൽ ലാഭമാണ്. അല്ലെങ്കിൽ പക്ഷേ ഈ വുഡൻ നമുക്ക് പിങ്ക് ടവർ വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് ആണ്. ജസ്റ്റ് ഒന്ന് സിമ്പിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം എക്സ്പെൻസീവ് ആണ്. അപ്പോ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രൈസ് കാണിച്ചു തരാം, എനിക്ക് മനസ്സിലാവും. ജസ്റ്റ് ആ റേറ്റ് ഉണ്ട്. നമ്മളെ വുഡൻ പിങ്ക് ടവർ ആവുമ്പോ, നമ്മളുടെ മെറ്റീരിയൽ ആവുമ്പോ അതിന്റേതായ റേറ്റ് കുറവുള്ളത് നോക്കുമ്പോ സൈസ് ചിലപ്പോ കറക്റ്റ് ആയിരിക്കില്ല കേട്ടോ. റേറ്റ് കുറവിന്റെ വരുമ്പോ ആ ഒരു 10 സെന്റിമീറ്റർ മുതൽ 1 സെന്റിമീറ്റർ വരെ ആയിരിക്കില്ല. ചിലപ്പോ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓൺലൈൻ വാങ്ങിക്കുമ്പോൾ നമുക്കത് കറക്റ്റ് ആയിട്ട് കറക്റ്റ് തന്നെ മരപ്പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിക്കുകയാണെങ്കിൽ നല്ല ലാഭമായിരിക്കും മാം. ലാഭമായിരിക്കും. അത് വീട്ടിലാരെങ്കിലും ചെയ്യുന്നവരോ ഇപ്പോ അച്ഛനോ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നവര് അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വാങ്ങിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പൈസയാവും. ഓക്കെ, അപ്പോ അതെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും ഇംപ്രൂവ് ആവും. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇന്ന് ക്ലാസ് ഇത്രയും വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ പോർഷൻ. നമുക്ക് ഈ ചാപ്റ്റർ നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. പോർഷൻ എടുത്തത് മനസ്സിലായോ? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് മനസ്സിലായി, ട്രെൻഡ്സ് കാര്യങ്ങൾ മനസ്സിലായി. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നന്നായിട്ട് റീഡ് ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ. യൂണിലാറ്ററൽ ഒന്ന് പറഞ്ഞു തരാം മാം, എനിക്ക് കുറച്ച് നേരത്തേക്ക് എന്റെ മൊബൈൽ സ്റ്റക്ക് ആയി പോയി. ഓക്കേടാ, ബൈലാറ്ററൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ആദ്യം ബൈലാറ്ററൽ ഓർഗാനിസം ആണ്. ബൈ എന്ന് പറയുമ്പോൾ 2 എന്നാണ്. അപ്പൊ രണ്ട് കൈ, ഇപ്പൊ കൈയിന്റെ കാര്യത്തിലാണ് 2 കൈയും അവർ ഫുഡ് കഴിക്കുമ്പോൾ യൂസ് ചെയ്യും. കുട്ടികൾ ജനിക്കുന്ന സമയത്ത് 2 കൈകൾ അവർക്ക് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അവര് വലുതാവുമ്പോൾ 2 കൈ അവർ യൂസ് ചെയ്യും. എഴുതുന്ന സമയത്താണെങ്കിൽ കുട്ടികൾക്ക് ആ ഡിഫറൻസ് അറിയില്ല. നമ്മളാണ് നിർബന്ധിച്ച് എന്ത് ചെയ്യുന്നത്, അവർക്ക് റൈറ്റിലേക്കാണ് നമ്മൾ പാരന്റ്സ് എല്ലാവരും നിർബന്ധിച്ച് കുട്ടികളെ കൊണ്ട് എഴുതിക്കുന്നത്. പക്ഷേ നമ്മള് കുട്ടികൾ തന്നെ അവരുടെ ഏത് ഹാൻഡ് ആണോ അവർക്ക് പ്രിഫറബിൾ, ഏത് സൈഡ് ആണോ പ്രിഫറബിൾ, ആ സൈഡിലേക്ക് അവർ മാറിക്കോളും. അവർ വലുതാവുന്നതിനനുസരിച്ച് യൂണിലാറ്ററൽ ആയിട്ട് മാറിക്കോളും. യൂണി എന്ന് വെച്ചാൽ 1 എന്നുള്ള അർത്ഥമാണ്. ആദ്യം കുട്ടികൾ ബൈലാറ്ററൽ ആണ്, 2 ഹാൻഡും അവർ ഈക്വൽ ആയിട്ട് എന്ത് യൂസ് ചെയ്യും. പിന്നീട് അവർക്ക് ഏതാണോ ഹാൻഡ് പ്രിഫറബിൾ ആ ഒരു ഹാൻഡിലേക്കായിരിക്കും അതിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാണ് മാം. Good morning everyone. Today we learn about the physical and motor development and the principles of motor development. Special thanks to Abarna ma'am for taking the class to so well. On behalf of the Value Group, I wish ma'am and all of you a wonderful day. Thank you. Thank you all. Thank you. Thank you, ma'am. Thank you, ma'am.